ഹലോ അസ്സലാമലൈക്കും. എവിടെ എല്ലാവരും പോരീട്ടാ. അപ്പോൾ നമ്മൾ കോട്ടക്കൽ എക്സ്പോ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇതാ നമ്മളപ്പോൾ എല്ലാവരും നിങ്ങൾ കാണാനും പോരും, കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ടാ. അപ്പോൾ ഇക്കൊല്ലം ഊട്ടിക്കാരും പോണ്ട, കോട്ടക്ക വന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ നമ്മൾ കേട്ടു. അപ്പോൾ ഏതായാലും നമ്മൾ പെരീക്ക് വന്നതല്ലേ, അപ്പോൾ ഒന്ന് കണ്ടു നോക്കാമെന്നും പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് വന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മളപ്പം പോരീട്ടാ, കാണാത്തവരൊക്കെ കണ്ടോളി. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ നമ്മൾ 60 ടിക്കറ്റൊക്കെ എടുത്തുകൊണ്ട് അങ്ങനെ ഉള്ളിൽ കയറിയതാണ്. ഇപ്പം ഇത് 4 മണീൻ്റെ ശേഷമാണ് തുടങ്ങണത്, വൈകുന്നേരമാണ്. അപ്പോൾ ഇതാ ലൈറ്റൊക്കെ ഉള്ളിൽ മിനിങ്ങി കത്തുന്നുള്ളൂ കേട്ടോ. അത് രാത്രിയാവും നന്നായിട്ടുണ്ടാവുക കാണാൻ. അപ്പം അങ്ങനെ ഉള്ളിൽ കയറിയതാണ്. അപ്പം നമ്മൾ അന്തം വിട്ട് ഊട്ടിയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഊട്ടിക്കാരൊക്കെ തന്നെ അല്ലേ, അപ്പം എങ്ങനെ ഊട്ടിയാണോ എന്താന്ന് അറിയാൻ പറ്റൂലായിരുന്നു നോക്കിയതാണ്. അപ്പം ഇതൊന്നും ഊട്ടിയത്തെ പുല്ലൊന്നുമല്ല കേട്ടോ, അതൊക്കെ പ്ലാസ്റ്റിക്കാണ്. പിന്നെ പിന്നെ വോയിസ് കൊടുത്ത് ഇട്ടതായിരുന്നു, പക്ഷെ ഫുള്ളും പാട്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇതൊന്നും ഇതിൽ കയറാൻ പറ്റൂല, അതുകൊണ്ട് നമ്മൾ പിന്നെ അങ്ങോട്ട് വോയിസ് കൊടുത്തതാണ്. ഇതുണ്ടില്ലേ, നല്ല രസമുണ്ട് കാണാനൊക്കെ. ഇതൊക്കെ നമ്മൾ നിലത്തിടണ മേറ്റുണ്ടല്ലോ, ചവിട്ടി, അതൊക്കെ കണ്ടം മുറിച്ച് കണ്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കണേ, നല്ല അടിപൊളിയായി സെറ്റ് ചെയ്തേക്കണം കേട്ടോ. പിന്നെ ഫ്ലവറുകളൊക്കെ നല്ല രസമുണ്ട് കാണാൻ. ഓരോ വെറൈറ്റി, ഒരു ഡിസൈനിൽ ഒരു ഇതിൽ തന്നെ ഉള്ളത് പല കളറിലുള്ള പൂക്കളൊക്കെയാണ്. നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാനൊക്കെ. ഇതാ പക്ഷെ ഇപ്പം നമ്മൾ കയറിയപ്പോൾ ഒന്നും വലിയ തിരക്കില്ല കേട്ടാ, തുടങ്ങണുള്ളൂ. അപ്പം നമ്മൾ കറക്റ്റാണ് കയറിയത്, നന്നായി. ഓർക്കിഡ് കണ്ടില്ലേ എന്തെല്ലാം കളറ് വിധം. അത് പക്ഷെ ഇതിൽ കാണണക്കായാലും നേരിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഫ്ലവർ ഷോ എന്ന് പറഞ്ഞാൽ പൂക്കളെ ഇഷ്ടപ്പെടുന്ന പോലാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതൊക്കെ ഒന്ന് വന്ന് കാണും നമ്മൾ. പിന്നെ ഇപ്പോൾ എല്ലാവരും പറഞ്ഞാൽ ഇപ്പോൾ ഇത്രയും ദൂരം പോയി കാണണ്ടല്ലോ, അങ്ങനെയൊക്കെ കുറച്ചൊക്കെ കുട്ടികളൊക്കെ കണ്ണ് പൊടിയിടാൻ ഇങ്ങനെയൊക്കെ വന്നാൽ മതി. ചൂടാണെങ്കിലും തണുപ്പുണ്ടാവില്ല എന്നുള്ളൂ, ചൂടായിക്കാരം. എന്നാലും ഒക്കെ ഒന്ന് കണ്ടൊന്ന് പോകാം, അത്രയേ ഉള്ളൂ കേട്ടാ. കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്. ഐഷു അപ്പോത്തിന് ഇതാ പൂ കണ്ടപ്പോൾ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കണമെന്നും പറഞ്ഞിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെയാണ് കേട്ടാ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഫ്ലവറാണ് കേട്ടാ. എന്തൊരു ഭംഗിയെന്ന് പറയുക കാണാനേ. ഞാനിത് വിൽക്കാൻ വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങണം എന്ന് വിചാരിച്ചു. ശരിക്കും നാച്ചുറലായിട്ട് തോന്നിയല്ല, ഒരു പ്ലാസ്റ്റിക് ആണോ അങ്ങനെയൊക്കെ ഒരു തോന്നലാണ് തോന്നുന്നത് കണ്ടിട്ട്. നല്ല രസം കാണാനത്. എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇനി അത് വാങ്ങിക്കൊണ്ടെന്ന് വെക്കണം. സ്റ്റേലിയൊക്കെ കണ്ടില്ല, ഒരു ദിവസം കൊണ്ട് തന്നെ ഇതൊക്കെ വാടി കുമ്പ് കുത്തി നിൽക്കണുണ്ട് ഇങ്ങനെ, ചൂടിൻ്റെ ഊക്കോണ്ടേ. ഇതുണ്ടില്ല, ഇതൊക്കെ നല്ല കളർ ഐറ്റങ്ങളുണ്ട് കേട്ടാ. ഇതൊക്കെ നമ്മളെ വീട്ടിലുള്ള മരം ഉണ്ടല്ലോ, ഇതുപോലെ ഒരു കുഞ്ഞി തെയ്യന്നേന്ന് ഞാനും വാങ്ങിക്കൊണ്ടെന്ന് വെച്ചത്. അതിപ്പോൾ പൂത്ത് കുലുങ്ങി ഇങ്ങനെ വെയിലാവുമ്പോൾ നിൽക്കും. ഇതൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടാ, നല്ല രസമുണ്ട്. ഇതിലെല്ലാവരും വന്ന് നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കണത് കാണാൻ തന്നെ. അപ്പം നമ്മൾ ഐസിനൊക്കെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഐഷുവിനെ അതാ അതിൻ്റെ ഉള്ളിൽ നിർത്തിയിരിക്കണേ. നല്ല രസം കാണാൻ. ലവ് ചിഹ്നം മാതിരി ഇങ്ങനെ ഹാർട്ടല്ലേ കൊടുത്തേക്കേണ്ടത്. അപ്പം അതിൽ നിന്ന് എല്ലാവരും വീഡിയോയും ഫോട്ടോ എടുക്കുകയാണ് കേട്ടാ. ഇത് മുത്തു ഉപ്പിയും ആങ്ങളെയും ഉമ്മയും കൂടെ നിന്നതാണ്. ഊട്ടി പോലെ മല ആക്കാനൊക്കെ നോക്കിയതാണ്, പക്ഷെ അത്രയ്ക്ക് ഹൈറ്റൊന്നും വന്നിട്ടില്ല കേട്ടാ. ഈ വെള്ളച്ചാട്ടം ഉണ്ട് ഇവിടെ ഇങ്ങനെ, ഇതിന് മ്യൂസിക്കൊക്കെ കൊടുത്തിട്ട് നല്ല രസമുണ്ട്. ഒക്കെ ഉള്ളിലൊക്കെ നല്ല ലൈറ്റ് സെറ്റിംഗ് ഒക്കെ കൊടുത്തേക്കണേ. അതൊക്കെ ഇരുട്ടാവുമ്പോഴൊക്കെ ഇക്കാരം ലൈറ്റൊക്കെ ഉണ്ടാവുള്ളൂ. പൈസൂനാണെങ്കിൽ ആ വെള്ളം കണ്ടപ്പോൾ വെള്ളത്തിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു ഓർത്തിയായിട്ട് തുടക്കം പുറത്തില്ല ആ വെള്ളത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ആ ചെടീൻ്റെതാണിത്. ഇതുണ്ടില്ലേ, ജമന്തി പല കളറും കേട്ടാ. ഇതും അതേമാതിരി പല കളറിലും ഉണ്ട്. ഈ പൂക്കളൊക്കെ എൻ്റെ അടുത്ത് അധികം ഉണ്ടായിരുന്നതാണ്. റോസ് വെറൈറ്റി ആയിട്ട് നല്ല കളറുകൾ കേട്ടാ. നല്ല, പക്ഷെ വലിയ പൂക്കളൊന്നുമില്ല, ഒക്കെ കുഞ്ഞു കുഞ്ഞു റോസുകളാണ് ഉള്ളത്. വലിയ റോസിൻ്റെ ഐറ്റങ്ങൾ പറഞ്ഞിക്കാണ്ട് അങ്ങനെയൊന്നുമില്ല. ചെറിയ ചെറിയ പൂക്കളും ചെറിയ റോസുകളും മാത്രമേ ഉള്ളൂ. അല്ലാതെ വെറൈറ്റി ആയിട്ടുള്ള അങ്ങനത്തെ ഒന്നും ഞാനിപ്പോൾ ഇതിൽ കണ്ടിട്ടില്ല. കാണാനേ പറഞ്ഞിക്കാണ്ട് നമുക്കൊരു റോസ് ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ഇപ്പം നമ്മൾ ഊട്ടിയിലൊക്കെ റോസ് ഗാർഡൻ എന്ന് പറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പല റോസുകളും വലുതും ചെറുതും വെറൈറ്റി ആയിട്ടുള്ളത്, വെറൈറ്റി കളറുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അത്രക്കൊന്നുമില്ല. പിന്നെ ഇതാ ഇവിടേക്കൊണ്ട് വന്നപ്പോൾ ഇതൊക്കെ നാച്ചുറൽ പൂക്കളാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ, സെറ്റ് ചെയ്ത് വെച്ചാണ് ഊഞ്ഞൽ ഇതൊക്കെ. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എല്ലാവരും വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തുകൊണ്ടൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് കുട്ടികളൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തും ഇതുപോലെ ഇങ്ങനെ കുറച്ച് റോസും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ കുറേ പൂക്കൾ ഇഷ്ടപ്പെടുന്നോല്, ഗാർഡൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇങ്ങനെ ഉണ്ട് അറിയുമ്പോൾ നമ്മൾ വന്ന് കണ്ടുകാണ്ടൊക്കെ
പോവാനോ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് വരാനൊക്കെ പറ്റും. പിന്നെ പെരുന്നാൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ വരുമ്പോൾ രസമല്ലേ. ഇതുണ്ടല്ലേ ഒരു കപ്പിൽ ഇങ്ങനെ ഇതിങ്ങനെ ഒഴുകി പോണ പോലെ ജമന്തിയാണ്, വെള്ള ജമന്തിയാണ് കേട്ടോ അത്. പിന്നെ ഉള്ളിലേക്ക് വന്നപ്പോൾ കുറേ അതും ഇതും ഒക്കെ ഉണ്ടായിരുന്നു, ഓരോ സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ പിന്നെ എന്താണ് സെണ്ടൊക്കെ നമ്മൾ മണത്തിനാക്കി കൊടുക്കുന്നത്. ഇത് വന്നിട്ട് ഇതാണ് കുൽക്കി സർബത്ത്. ഇതിന് നല്ല കൂട്ടം ആൾക്കാർ, എന്ത് ടേസ്റ്റ് കണ്ടിട്ടാന്നറിയില്ല. ഇപ്പുറത്തത് ആ ഫുഡിൻ്റെ ഐറ്റങ്ങളാണ് ഫുള്ള് കേട്ടാ. മുളക് ബജ്ജി, ഓരോ ബജ്ജികൾ, ഉള്ളിവട, പക്കവട, ഇങ്ങനെ പൊരിക്കടികൾ ഒരു ഭാഗത്തേക്കാണ് ഉള്ളത്. നല്ല തിരക്കുണ്ടായിന് ആ സമയം കൊണ്ട് തന്നെ കേട്ടാ. ബദാ പാനിപൂരി, കിഴങ്ങിൻ്റെ ചിപ്സ്, ഇത് പായസമേളയാണ് ഇവിടെ. പലവിധം പായസങ്ങൾ പല ടേസ്റ്റിലാണ് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ ഒന്നും വാങ്ങാനും കുടിച്ചാനും ഒന്നും നിന്നിട്ടില്ല. പള്ളാർച്ച് ബിരിയാണിയും ചോറൊക്കെ തിന്നിങ്ങോട്ട് പോകുന്നതല്ലേ ഇന്ന്. അപ്പോൾ ഇവിടെ ഒഴിഞ്ഞു വന്നിരുന്നപ്പോൾ ഇതാ ഒരു പ്ലേറ്റ് ഉള്ളിവട വാങ്ങിയതാണ്. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഐസിനെ മടിയിൽ വെച്ച് കാണാണ്. അപ്പോൾ ഇനി എരിഞ്ഞപ്പോൾ വെള്ളം വേണമെന്ന് കൊണ്ടുവരാൻ പോയത്. പിന്നെ ഇതാ ഫ്രൂട്ട് സലാഡ്, പോപ്കോണോ ഇതൊക്കെ ഇവര് വാങ്ങി കൊടുത്തേക്കണ. അതൊക്കെ കൊണ്ട് പോകാൻ അയക്ക് കൈ പിടിച്ചിക്കാണ്ട് ഓനെല്ലാം കൂടെ കണ്ടിട്ട് ഭയങ്കര ഇവിടെ ഒരാള് തീവണ്ടി കണ്ടിട്ടില്ല, കേറിയിട്ടില്ല. അപ്പൊ ഞങ്ങള് കേറാൻ നിക്കണ്. അങ്ങനെ ഇപ്പോൾ ടിക്കറ്റ് എടുത്തിക്കാണ് ഞങ്ങൾ മേലേക്ക് കയറിയതാണ് കേട്ടാ. ഓലാരും ഇല്ലാറ്, മുത്തുവിൻ്റെ അമ്മ ഇപ്പം ഇല്ലാറിന്. അപ്പം അങ്ങനെ എല്ലാവരും കൂടെ കൂടിക്കാണ്ട് നിങ്ങളും കയറിയെന്നും പറഞ്ഞപ്പോൾ ഞാനാണ് കയറിയതാട്ടോ. ഞാൻ ഇങ്ങനെയൊക്കെ ഇതൊക്കെ കാണാൻ വരുമ്പോൾ ഒന്നും ഇതിലും ഇങ്ങനെ കയറുക പിടിക്കുക ഒന്നുമില്ല. ഇവരെല്ലാം കുത്തിമറി. ശരി ഏതായാലും ഇനിയിപ്പോൾ മക്കളൊരു തൃപ്തി എല്ലാവരും പറഞ്ഞിട്ട് അങ്ങനെ കയറിയതാണ്. പിന്നെ നമ്മളിങ്ങനെ പെരിയിലൊക്കെ വയസ്സും പ്രായമായാലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓലൊക്കെ ആയിട്ടൊക്കെ കൂട്ടിയിട്ടൊക്കെ ഇങ്ങനെയൊക്കെ ഇരുത്തൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ പോവുക കാണാൻ. ഓൽക്കും അതൊക്കെ ഒരു വയസ്സും പ്രായമായിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കാണാനെങ്കിലും ഒരു സന്തോഷം ഉണ്ടാവൂലേ. അപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് പോയി കാണുക, ചുറ്റി അടിച്ച് ഇങ്ങനെയൊക്കെ. ദൂരം പോകണ്ട, എത്തുണ്ടാവുമ്പോഴെങ്കിലും നമ്മൾ ഇങ്ങനെയൊക്കെ പോകണം എല്ലാവരെയും കൂട്ടിയിട്ട്. അതൊക്കെ ഒരു സന്തോഷമാണ് എല്ലാവരും കൂടെ കൂടി ആടി ഇങ്ങനെയൊക്കെ പോകുമ്പോഴൊക്കെ. പെരിയിൽ ഇരിക്കണവർക്ക് ഇനിയിപ്പോൾ ഇങ്ങനെ കാണാൻ പൂതി ഉണ്ടായാൽ തന്നെ പോരെ, കണ്ടാൽ തന്നെ പോരെ ഇപ്പോൾ ഇതൊക്കെ. പക്ഷെ എനിക്ക് ഇങ്ങനെയൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഞാനിങ്ങനെയാണ്, നിങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ ഇതൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്നും പോയി കാണുക, എന്നും കയറുക അങ്ങനെയൊന്നും ഇല്ലല്ലോ. കൊല്ലത്തിലൊരു പെരുന്നാൾ ആണ്ടറത്തൊക്കെ വരുമ്പോഴൊക്കെ പെരീന്ന് ഇമ്മാരും ഇപ്പാരെയൊക്കെ എല്ലാവരും ഇങ്ങനെ കൂട്ടിയിട്ട് കൊണ്ടുപോയിക്കാണ്ടൊക്കെ ഒന്ന് എൻജോയ് ചെയ്തിട്ടൊക്കെ ഒന്ന് പെരീക്ക് കൂട്ടിയിട്ട് വരിക. അപ്പോൾ മനസ്സിൽ ഇനിയിപ്പോൾ എത്ര സങ്കടമോ എന്തുണ്ടെങ്കിലും നമുക്കത് മനസ്സിലുണ്ടാവില്ല. അതൊക്കെ ഒരു ഹാപ്പി അല്ലേ. അങ്ങനെ ഏതായാലും ഞങ്ങളിപ്പോൾ ഇതാ ഉള്ളിന്ന് മേലിൽ നിന്നൊക്കെ പുറത്തിറങ്ങിയിട്ടാ. തിരക്കുണ്ടായിരുന്നില്ല ഞങ്ങൾ കയറിയപ്പോൾ, ബാക്കിലൊക്കെ നല്ല തിരക്കായിക്കണു. അപ്പോൾ ഇതാ ഇഷ്യൂ താഴെ ഇറങ്ങിയപ്പോൾ ഇങ്ങനെ വെള്ളം ഇത് പോകുന്നുണ്ട് പറഞ്ഞിട്ട് അതിൽ കയറണമെന്ന് പറഞ്ഞിട്ട് ഓൾ അതിൽ കയറിയതാണ്. അങ്ങനെ അതും കയറി. ഇതിലൊന്നും പിന്നെ കയറ്റിയിട്ടില്ല, നല്ല തിരക്കുള്ള കുട്ടികളാണ്. അപ്പം ഇനി അടങ്ങാറാവും എന്ന് പറഞ്ഞിട്ട് അപ്പോഴത്തിന് ഇരുട്ടായി തുടങ്ങിയപ്പോൾ സ്റ്റേജിൽ പ്രോഗ്രാമിന് മ്യൂസിക്കും പാട്ടൊക്കെ ഇട്ടപ്പോൾ ഇതാ ചാടിക്കളിക്കണ്. ഡാൻസ് അല്ല, ചാടിക്കളിയാണെന്ന് മാത്രം ഇട്ടാ. ഇരുട്ടായപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നിട്ട്. അതുണ്ടില്ലേ, നല്ല ലൈറ്റ് സെറ്റിങ്ങും നല്ലൊരു കളർഫുള്ളായിട്ടുണ്ടായിരുന്നു. ഗാർഡൻ്റെ ഉള്ളിലൊക്കെ നല്ല കളർഫുള്ളായിരുന്നിട്ടാ. പിന്നെ നമ്മളതൊന്നും എടുത്തില്ല, വീഡിയോ എടുത്തതല്ലേ പറഞ്ഞിട്ട്. പിന്നെ ഇതാ ഇവിടെ പാട്ടൊക്കെ പാടാൻ തുടങ്ങി. അങ്ങനെ നല്ല നല്ല രസമുള്ള അടിപൊളി പാട്ടുകളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം അത് കണ്ടിട്ടൊക്കെ പോവാറിട്ട് കുറച്ചു നേരമൊക്കെ അവിടെ ഇരുന്നു. ചൂട് സഹിക്കാൻ പറ്റാത്ത ചൂട് പറയണ്ട, അതിൻ്റെ ഒരു കഥയൊന്നും മക്കളെ. വല്ലാത്തൊരു ചൂട് തന്നെയാണ്. നമ്മൾ ഈ തണുപ്പിലൊക്കെ ഇരുന്നിക്കാണ്ടൊന്നും ഇങ്ങനെ ഈ ചൂടത്തൊക്കെ ഈ ചൂട് കാലത്ത് ഒരിക്കലും പോവില്ല. അപ്പം പിന്നെ ഇതാ ഇവറ്റിങ്ങൾ ഇവർ വന്നത് എന്താ കൊടുങ്ങല്ലൂരിൽ നിന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ടാ. നല്ല ഒപ്പന കുട്ടികൾ, നല്ല ഒപ്പനയായിരുന്നു, സൂപ്പറായിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതും കഴിഞ്ഞ് ഇതാ നമ്മളിങ്ങനെ ഇങ്ങോട്ട് വന്നു. ഞാനും വല്ല ചെടികളോ എന്തെങ്കിലുമൊക്കെ വാങ്ങാണ്ടാവോ, വാങ്ങി കൊണ്ടുപോകണ മാതിരി എന്തെങ്കിലും ഉണ്ടാച്ചിട്ടൊക്കെ കുറേ നോക്കി. അപ്പം അത്രക്ക് വലിയ അങ്ങനെ ഒരു ഇതൊന്നും ഇല്ല കേട്ടാ. കുട്ടികൾക്ക് കളിക്കണത് ഇങ്ങനത്തെ ഇതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ കുറച്ച് റോസൊക്കെ ഉണ്ടായിരുന്നു, അത് അവിടെ വിൽക്കാൻ വെച്ചേക്കണുണ്ടല്ലേ. പക്ഷെ പോയി നോക്കുമ്പോൾ ഒക്കെ നമ്മളെ വീട്ടിലുള്ള അത്രയും കൂടെ അല്ല, സാധാ റോസേ ഉള്ളൂ. അപ്പോൾ ഇങ്ങോട്ട് പോന്നു.
പുറത്തിറങ്ങി നോക്കുമ്പോൾ അതുണ്ടില്ലേ നല്ല ആൾക്കാരാണ് കേട്ടോ. വണ്ടിയൊന്നും പാർക്കിങ്ങിന് പോലും സ്ഥലമില്ലാതെ നല്ല തിക്കും തിരക്കുള്ള ആളും ബാളും ഒക്കെയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങനെയും ഇങ്ങോട്ട് പോരുകയാണ് കേട്ടോ. അപ്പം നമ്മളെ വീഡിയോ എത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.